ഓക്കെ, നമുക്കിനി കൈ കൂടെ ചെയ്തെടുക്കാം, എന്നിട്ട് പിന്നെ ബാക്കി ചെയ്യാം. ഇതിനും ഈ ആണിനെ എടുക്കാം. ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ ഈ കൈയും ചെയ്തെടുക്കുക. ഓക്കെ, ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഇത്ര ഫിനിഷിങ് ആയിട്ടില്ല ചെയ്ത്, അവിടെ ഒന്നും കൂടെ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഓക്കെ. ഇനി ഇതും ഇൻവിസിബിളായിട്ട് നമുക്കിതൊന്ന് കാണാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് ആയി കൊടുക്കാം. കട്ട് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഇനി ഇയറും ഹാൻഡ് അടുത്ത കൈയും കൂടെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ആംസും ഇയേഴ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് നോസ് ചെയ്യണതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഐസ് ചെയ്തതിൻ്റെ ഒരു സ്റ്റിച്ച് താഴെ, അതായത് ഒരു റോ താഴെയിട്ട് അങ്ങനെ ഒരു 2 സ്റ്റിച്ചസ് ഡിസ്റ്റൻറ്റിലായിട്ട് 2 ബീഡ്സ് കുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു അടിയിക്ക് സെൻറ്ററിൽ നിന്ന് അടിയിക്കായിട്ട് ഒരു ബീഡ്സും കൂടി കുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് ഇതാക്കാം. ഇനിയിപ്പോൾ നോസ് ആണെങ്കിലും വലിയ നോസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ഇതാക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു യാണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹാൻഡ്സും ഇയേഴ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോസ് സെറ്റ് ചെയ്യണം. നോസ് ചെയ്യണം, അത് നമ്മൾ ഈ ഒരു യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് കളറ് 1 പ്ലേ ആണാണ്. ആയുഷിൻ്റെയാണ് ഈ എടുത്തിരിക്കുന്നത്. കോട്ടൺ യാണാണ്, പേൾ കോട്ടൺ യാണാണിത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ആവശ്യമാണെന്നില്ല. നമുക്ക് ബ്ലാക്ക് കളറ് 4 പ്ലേ ആണുണ്ടല്ലോ, അതിൻ്റെ ഇതെടുത്തിട്ട് അതിൽ തിക്നെസ് കുറച്ചാലും മതി. ഇനിയിപ്പോൾ നല്ല കട്ടിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ബ്ലാക്ക് കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് പിങ്കോ അല്ലെങ്കിൽ വേറെ ഏത് കളറിലും നോസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഐസിൻ്റെ ഒരു റോ താഴത്തേക്കായിട്ട് 2 ബീഡ്സ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സ്റ്റിച്ചിൻ്റെ
ഡിസ്റ്റൻസിലായിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിട്ട് ഒരു ബീഡ്സും കൂടി താഴ്ത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് T ഷേപ്പിലാണ് നമ്മൾ നോസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം വേറെ മോഡൽ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു യാണുണ്ടല്ലോ, ഈ യാണ് എടുത്തിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ സൂചി ഇത് കുത്തിയില്ലേ, ബീഡ്സ് കുത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഇതിലേക്കാണ് കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ഒരു ബാക്കിലത്തെ ആ ഒരു മാർക്ക് ഇതുണ്ടാവില്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതാ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓവറായിട്ട് വലിച്ചതാക്കരുത്. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഈ ഒരു ബീഡ്സ് കുത്തിയതിലേക്ക് ആക്കാം. എന്നിട്ട് വീണ്ടും ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു ജോയിൻറ്റിലേക്ക് ഫസ്റ്റ് ചെയ്ത ആ സ്റ്റിച്ചിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് ഈ ബീഡ്സ് കുത്തിയിരിക്കണം ഈ ഒരു പ്ലേസിലേക്കും കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഒരു സെൻറ്ററിലേക്കായിട്ട് തന്നെ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഈ ആദ്യം കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോകാം. സെയിം സ്റ്റിച്ചിക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കെട്ടിട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് പോവും. ഓക്കെ അല്ലേ. ഇനി നമുക്കിത് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇത് അഴിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് മതി. ഇവിടെ ഇപ്പോൾ കുറച്ചൊരു അങ്ങോട്ട് നീങ്ങിപ്പോയില്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അത് ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് വലിക്കരുത് കേട്ടോ, വലിച്ച് കഴിഞ്ഞാൽ ഒരിത് പോവും. ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു നിൽക്കണ ആ ഒരു ബ്ലാക്ക് ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇതാക്കി കൊടുത്തിട്ട് സ്റ്റിച്ചിനെയൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബ്ലാക്ക് ഇത് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബണ്ണി റാബിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡ് വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചസ് കുറച്ചാൽ മതി. അതായത് ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ആയിട്ട് കുറേ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അത് ഒന്നില്ലെങ്കിൽ കുറച്ചാൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ ഒരു അതല്ലെങ്കിൽ ഇതുവരെ ഇപ്പോൾ ചെയ്തിട്ട് അവിടുത്തെ ആ സ്റ്റിച്ച് ബാക്കി ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാതെ കുറച്ച് ചെയ്തിട്ട് പിന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഡിക്രീസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഹെഡ് ഭയങ്കര വലുതായ പോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബണ്ണി റാബിറ്റ്. ഓക്കെ, ആണ് സെറ്റായിട്ടുണ്ട്. ഈ ചെയ്യുന്ന പാർട്ടൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ.